മഴ ഏതായാലും പെയ്യണില്ല. എന്നാ പിന്നെ നമുക്ക് കുട്ടികൾക്കുള്ള കായപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചാലാ. അത് നേന്ത്രക്കായന്റെ പൊടിയാണ്. 6 മാസം മുതലേ നമുക്ക് കായപ്പൊടി കൊടുക്കാം. ഫസ്റ്റ് ഞങ്ങൾ കൊടുത്തിക്കണേ കുന്നംകൊലന്റെ പൊടിയാണ്, പിന്നെയാണ് നേന്ത്രക്കായ. ഹായ് ബേബീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ GSMലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് പാർട്ട് കുന്നംകൊലന്റെ പൊടി ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ രണ്ടാമത്തെ പാർട്ടാണ് ഈ ഉണ്ടാക്കുന്നത്. നേന്ത്രക്കായ കുറച്ച് പച്ചയും കുറച്ച് പഴുക്കാനായതും ഏകദേശം കേട്ടാ അതൊക്കെ എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞ്, പഴുത്തതിന്റെ തോല് കളയുന്ന പോലെ സിമ്പിളല്ല, കുറച്ച് ടഫാണ്. അങ്ങനെ നല്ല വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും കഴുകി തുടച്ചതിന് ശേഷം അതിലേക്കിട്ട് ചെറുതാക്കിയിട്ട് വട്ടത്തിൽ നമ്മള് ചിപ്സിനൊക്കെ മുറിക്കൂല അതേപോലെ വട്ടത്തിൽ കുനുകുനായിട്ട് അരിയാ. കുന്നംകൊലന്റെ പൊടിയും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കല്. പക്ഷെ ഫസ്റ്റ് ടൈം കുട്ടികൾക്ക് കൊടുക്കുന്ന കുന്നംകൊലയാണ്, അതാണ് വയറിന് നല്ലത്. അതിന്റെ കൂടെ മുത്തങ്ങയും തെച്ചിയും ഒക്കെ കൂട്ടും. ഞങ്ങൾ ഇവിടെ നേന്ത്രക്കായന്റെ കൂടെ അതൊക്കെ കൂട്ടിയിരിക്കണം കേട്ടാ. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചില കുട്ടികൾക്ക് പറ്റൂല, അതുകൊണ്ട് അത് കൊടുക്കണം എന്നില്ല. ഇതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നേന്ത്രക്കായ. ഏകദേശം ഒക്കെ ചിലത് പഴുത്തമുണ്ടാവും, അപ്പൊ കുറച്ചൊക്കെ മധുരം ഉണ്ടാവുമല്ലോ ടേസ്റ്റിന്. അങ്ങനെ ഓരോ ദിവസവും 1, 2, 3, 4 ദിവസം അങ്ങനെ കുറെ ദിവസങ്ങൾ വെച്ചിട്ട് ഉണക്കി എടുത്തതാണ് ഈ കാണിക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ളവര് വെയിലൊക്കെ പോണതിന് മുന്നേ വേഗം കായ വാങ്ങി കൊടുത്തിട്ട് ഇങ്ങനെ കുനുകുനായിട്ട് മുറിച്ചിട്ട് ഉണക്കി വെച്ചോളൂ. ഏകദേശം ഇതാ ഈ രൂപത്തിലാവുമ്പോ നമുക്ക് കുപ്പിയിലാക്കിയിട്ട് സൂക്ഷിക്കും ചെയ്യാം, ബാക്കിയുള്ള പൊടിക്കും ചെയ്യാം. പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് കവറിലൊക്കെ കെട്ടി കൊണ്ടുപോവാം. പിന്നെ അതിന്റെ കൂടെ രാഗിയും ചേർക്കണത് നല്ലതാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണക്കിയിട്ട് പൊടിച്ചാൽ മതിയല്ലോ മിക്സിയിലിട്ടിട്ട്. ചില കുട്ടികൾക്ക് മുത്തങ്ങന്റെ, തെച്ചിപ്പൂവിന്റെ, രാഗിന്റെ അങ്ങനെ ചൊയൊന്നും പറ്റൂല. അപ്പൊ ഇങ്ങനെ മാത്രം പൊടിച്ചിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതുമാണ്. ചില കുട്ടികൾക്ക് പറ്റും ചെയ്യും. അങ്ങനെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അതിന്റെ തവിട് ഉണ്ടാവില്ല, കറുപ്പ്, ഉള്ളത്തെ കറുപ്പ്, അത് ഒഴിവാക്കാം, നമുക്ക് പുറത്ത് കിട്ടാം. ഈ വീഡിയോസ് കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. എൻ്റെ വീഡിയോസിന്റെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഓരോ പേരൻസും അത്രക്ക് സൂക്ഷ്മമായിട്ടാണ് ഓരോ സാധനങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് തെളിവാണ് ഈ കാണിക്കുക. അപ്പൊ നല്ല ഫുഡ്, നല്ല ഹെൽത്തി ആയ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക. ടാറ്റാ, ബൈ ബൈ.